ഹലോ ഗെയ്സ്, നല്ല ഒരു ഓണ ദിവസമായിട്ട് എനിക്കിതെന്തിൻ്റെ കേടായിരുന്നു എന്ന് ഞാൻ സ്വയം ചോദിക്കുന്ന അവസ്ഥയിലാണ് ഇരിക്കുന്നത്. പറഞ്ഞു വരുന്നത് ഗീതു മോഹൻദാസ് ഡയറക്റ്റ് ചെയ്ത് യശ് നായകനായ ടോക്സിക് എന്ന് പറയുന്ന സിനിമയെക്കുറിച്ചാണ്. സാധാരണ നമ്മൾ ദീപാവലിക്കും വിഷുവിനൊക്കെയാണ് പടക്കവും ഗുണ്ടും പരിപാടികളൊക്കെ പൊട്ടിക്കുന്നത്. പക്ഷേ ഇതാദ്യമായി ഓണത്തിന് ഗുണ്ട് പൊട്ടിച്ച ഗീതു മോഹൻദാസിന് നല്ല നമസ്കാരം. പിന്നെ കുറ്റം പറയരുതല്ലോ, കുറേ നാളുകളായിട്ട് നമ്മൾ വെളുപ്പിന് പോയി കാണുന്ന സിനിമകളെല്ലാം നല്ല വട്ടത്തിലും നീളത്തിലും ഊഞ്ഞാല ഊഞ്ഞാല ഊഞ്ഞാലാട്ടിയിട്ടുള്ളൂ. പക്ഷേ ഈ അടുത്ത കാലത്ത് ഊഞ്ഞാലാട്ടിയിട്ടുള്ള സിനിമകളുടെ വെച്ച് നോക്കുമ്പോൾ ഇത് വല്ലാത്ത ഒരു ഊഞ്ഞാലാട്ടായിപ്പോയി. നല്ല അപരാധ ഊഞ്ഞാലാട്ട്. ഒരു ഗംഭീര ഓണ ഗുണ്ടാണ് ഗീതു മോഹൻദാസ് ഇത്തവണ നമുക്ക് തന്നിട്ടുള്ളത്. ഏതാണ്ട് 600 കോടി ബഡ്ജറ്റാണെന്നാണ് ഈ സിനിമയുടെ ടോക്സിക്കിൻ്റെ ബഡ്ജറ്റ് പറയുന്നത്. നിങ്ങളൊന്ന് ആലോചിക്കണം, 600 കോടിക്ക് ഒരു പാൻ ഇന്ത്യൻ സിനിമ എടുത്തു വെച്ചിട്ട് തനി അപരാധം. അത് നാടകമൊക്കെ മാറി നിൽക്കും പല സ്ഥലത്തും. നാടകം എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ നാടകത്തിനെ കുറ്റം പറയുന്നില്ല കേട്ടോ. പക്ഷേ നമ്മൾ നാടകത്തിൻ്റെ നിലവാരം വേറെ, സിനിമയുടെ നിലവാരം വേറെ. ഇത് ഗീതു മോഹൻദാസിൻ്റെ വഴി, യഷിൻ്റെ വഴി, പിന്നെ എന്താ പറയുക, രവി ബാസുർ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള എന്താ പറയുക മ്യൂസീഷ്യനാണ്. അയാളുടെ വഴി എന്ന് വെച്ചാൽ ഈ അടുത്ത കാലത്ത് പുള്ളി രവി ബാസുർ ചെയ്തേക്കണ ഏറ്റവും മോശം വർക്കായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പുള്ളിയുടെ വഴി എനിക്ക് ആകെ ഒരു എന്തെങ്കിലും ഒരു പോസിറ്റീവ് എന്ന് പറയാനായിട്ട് ഉജ്ജ്വൽ കുൽക്കർണി നമ്മുടെ എഡിറ്റ് ചെയ്തിരിക്കുന്നത്, അയാളൊരു ഉജ്ജ്വലനാണ്. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2 നാടകത്തിനുള്ള സാധനം ഷൂട്ട് ചെയ്തിട്ട് പുള്ളിക്ക് കൊണ്ടേ കൊടുത്തേക്കാണ്. എഡിറ്റിംഗ് ടേബിളിൽ 2 നാടകത്തിനുള്ള സാധനം ഷൂട്ട് ചെയ്ത് വെക്കുമ്പോൾ ഇത് എഡിറ്റ് ചെയ്ത് തട്ടിക്കൂട്ടി വെക്കണ്ടേ. അങ്ങനെ തട്ടിക്കൂട്ടി വെച്ചപ്പോൾ ഏതാണ്ട് 3.25 മണിക്കൂറോ മറ്റോ ഉണ്ട് സിനിമ. അങ്ങനെ 3.25 മണിക്കൂർ ഒരു അപരാധം, ഒരു നാടകം പുള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പുള്ളിയുടെ എഡിറ്റിങ് നന്നായിട്ടുണ്ടെന്നാണ് എനിക്ക് ഒരു പോസിറ്റീവ്, എന്തെങ്കിലും ഒരു പോസിറ്റീവ് എനിക്ക് തോന്നിയേക്കുന്നത് അതാണ്. കാരണം പക്ഷേ ഈ നാടകം ഷൂട്ട് ചെയ്ത് വെച്ചതിൻ്റെ എന്ത് നന്നായിട്ട് എഡിറ്റ് ചെയ്താലും കാണുന്നത് ഈ അപരാധമല്ലേ. ഗീതു മോഹൻദാസിൻ്റെ വഴി എന്ന് പറയാൻ കാരണം ഒരു നല്ല ഡയറക്ടറിൻ്റെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ക്യാമറയ്ക്ക് പുറകിലിരുന്നിട്ട് പെർഫോം ചെയ്യുന്ന ആർട്ടിസ്റ്റിൻ്റെ നമുക്കൊരു വിഷൻ ഉണ്ടാവുമല്ലോ. സ്വാഭാവികമായിട്ടും ഗീതു മോഹൻദാസും യശും കൂടിയാണ് കഥ എഴുതിയിരിക്കുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും കഥ നന്നായിട്ട് ഗ്രാഹ്യമുള്ള ഒരാൾ സ്വാഭാവികമായിട്ടും ഒരു വിഷൻ ഉണ്ടാവും, ഒരു പെർഫോമർ എങ്ങനെ, ഒരു ആർട്ടിസ്റ്റ് എങ്ങനെ പെർഫോം ചെയ്യണമെന്ന്. ഇത് യഷിനെ പെർഫോം ചെയ്യാൻ വിട്ടിട്ട് മാറിയിരുന്ന് വല്ല ജ്യൂസും പരിപാടിയൊക്കെ കുടിച്ചിരുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു നല്ലൊരു ഡയറക്ടർ ഒരു ആർട്ടിസ്റ്റിന് മുമ്പിൽ കിട്ടുമ്പോൾ നമ്മളുടെ ഉള്ളിലുള്ളൊരു കണ്ടന്റ് എന്താണോ അത് കൃത്യമായിട്ട് കിട്ടണ്ടേ നമുക്ക്. ഇത് പുള്ളിക്കാരത്തിൻ്റെ വഴി, യഷിൻ്റെ വഴി, ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുന്ന ആള് വേറൊരു പരിപാടി, പാൻ ഇന്ത്യൻ സിനിമയിൽ ഒരു നാടകം പോലുള്ള ഒരു പരിപാടിയൊക്കെ ചെയ്തു വെച്ചിട്ട് എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത്? ഒരു 600 കോടിക്ക് ഒരു പാൻ ഇന്ത്യൻ സിനിമ ചെയ്യുമ്പോൾ ഒരു മിനിമം കണ്ടന്റിലെങ്കിലും ഒരു ക്വാളിറ്റി വേണ്ടേ? ആ ഒരു പരിപാടിയില്ല. കണ്ടന്റ് ഇല്ല എന്നുള്ളത് പോട്ടെ, മേക്കിങ്ങിൽ പോലും നമുക്ക് എന്തെങ്കിലും ഒരു പരിപാടി കിട്ടണ്ടേ? ഒരു രീതിയിലും ഇമ്പ്രസ് ചെയ്യാത്ത കാട്ടപരാധം. പെർഫോമൻസിൽ യശ് മാത്രമല്ല കേട്ടോ, കുറേ പേര് ഈ പറഞ്ഞ പോലെ നാടക പരിപാടിയായിട്ടാണ്. അതിനകത്ത് എനിക്ക് കിയാരുടെയും അതുപോലെ തന്നെ നയൻതാരയുടെയും ആണ് എനിക്ക് കുറച്ചും കൂടി എന്തെങ്കിലും ഒരു പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയത്. അവർ രണ്ടുപേരും അത്യാവശ്യം നന്നായിട്ട് ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു കിയാരുടെ ക്യാരക്ടർ കുറച്ചുകൂടി നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട്. പക്ഷെ നായികമാരെല്ലാം ഇതെന്തടേ ഇത്, എല്ലാവരും ഒരേ അമ്മ പെറ്റ മക്കളാണ്. ആ രീതിയിലാണ് അവരുടെ പരിപാടികളെല്ലാം ചെയ്തു വെച്ചേക്കുന്നത്. ഇത് വേറൊരു കോമഡി എന്താ വെച്ചാൽ ഈ ഗീതു മോഹൻദാസൊക്കെ ഈ സ്ത്രീകൾക്ക് വേണ്ടി വലിയ വർത്തമാനങ്ങളൊക്കെ പറയുന്ന ആളുകൾ, നല്ല കാര്യം. ഞാൻ ഒരു ഫെമിനിസ്റ്റാണ്, എനിക്ക് സന്തോഷമുള്ളൂ അങ്ങനെ കാര്യം പറയണത്. പക്ഷേ സെലക്റ്റീവ് പരിപാടി പറ്റൂല. എന്ന് വെച്ചാൽ ഡബിൾ ഡാഡി സിൻഡ്രം എന്നൊക്കെ നമ്മൾ പറയില്ലേ, ആ പരിപാടി പറ്റൂല. കാരണം ഇത് ഇവർ ഇപ്പോൾ നമ്മുടെ ബോഡി പാർട്സൊക്കെ എല്ലാവർക്കും ഉള്ളതാണ്, അത് അവതരിപ്പിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ ഇവരിത് 2 തട്ടിൽ നിന്നിട്ടുള്ള പരിപാടി, 2 ബെഞ്ചിൽ കാല് വെച്ചിട്ടുള്ള പരിപാടിയാണ് ഇവരിത്. ഇത് ഫോക്കസ് ചെയ്യാൻ പാടില്ലാത്തതും ചെയ്യേണ്ട കാരണമൊക്കെ ഭയങ്കര വൾഗറായിട്ടൊക്കെ ഫോക്കസ് ചെയ്യുക. എന്ന് വെച്ചാൽ ഓവറായിട്ട് ഫെമിനിസം പറയുന്ന ആളുകളാണിത്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കണം, അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഈ നായികമാരൊക്കെ എല്ലാ അപരാധം പിടിച്ച ക്യാരക്ടർ ഇതെല്ലാവരും സ്വാഭാവികമായിട്ടൊരു ഫെമിനിസം പറയുന്ന ഒരാളാകുമ്പോൾ ലേഡി ക്യാരക്ടറിന് അല്പം കൂടി നല്ല ഇമ്പോർട്ടൻ്റ് ഉള്ള അല്ലെങ്കിൽ ഡെപ്തുള്ള എന്താ പറയുക, അങ്ങനെ ഇമോഷണലി എന്താ പറയുക വർക്കാവുന്ന അത്തരത്തിലുള്ള ക്യാരക്ടറും കൂടി ഇൻവോൾവ് ആക്കണ്ടേ. ഇപ്പോൾ നമ്മുടെ KGF അവസാനം അതിനകത്ത് മറ്റൊരു KGF ഉണ്ടാക്കാൻ നോക്കിയിട്ടുണ്ട് പുള്ളിക്കാരത്തി, അതവിടെ നിൽക്കട്ടെ. അപ്പോൾ KGF എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ആ ഒരു അമ്മയുടെ ഒരു ക്യാരക്ടർ, അതാണല്ലോ പ്രധാന ത്രെഡ് എന്ന് പറയുന്നത്. ആ ഒരു ഇമോഷനിൽ നിന്നാണ് ഈ സാധനങ്ങളൊക്കെ വന്നിട്ടുള്ളത്. എന്തുകൊണ്ട് അങ്ങനത്തെ കുറേ പരിപാടികളൊക്കെ ഇവർക്ക് ചെയ്തുകൂടാ? ഇതിനകത്ത് ആകെ കണ്ടന്റ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു
ക്ലൈമാക്സിനോട് അടുക്ക് പിടിച്ച് അത് നിങ്ങൾ സിനിമയിൽ കണ്ടാൽ മതി. ക്ലൈമാക്സിനോട് അടുക്ക് പിടിച്ചാണ് ഒരു ഇതിൽ പ്രധാനപ്പെട്ട എന്തെങ്കിലും ഒരു കണ്ടന്റ് ഉള്ളത് ഒരു പറയാൻ വേണ്ടി. പക്ഷേ ഇത് 3.25 മണിക്കൂർ ഇതിന് വേണ്ടി ഇങ്ങനെ വലിച്ചു നീട്ടി നാടകമാക്കി വലിച്ച് പരത്തി വെച്ചേക്കുന്ന ഒരു പരിപാടിയാണ്. ഒരു രീതിയിലും ഇമ്പ്രസ് ചെയ്യിക്കാത്ത ഒരു 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 സിനിമ. നമ്മുടെ യഷിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ KGFൻ്റെ അതിൽ നിന്ന് റോക്കി ബായിൽ നിന്ന് പുള്ളി ഇറങ്ങി പോന്നിട്ടില്ല എന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. അത് ഒരു ആക്ടറിൻ്റെ ഇതാണ്. പക്ഷെ നമുക്കതിന്ന് എന്തെങ്കിലും ഒരു സാധനം കിട്ടണ്ടേ? പെർഫോമൻസ് ആണെങ്കിൽ അപരാധ പെർഫോമൻസ്. ഓൾറെഡി സിനിമ അപരാധം. അപ്പോൾ ഇയാളുടെ പെർഫോമൻസ് കൂടി ആകുമ്പോൾ പിന്നെ അവസാനത്തെ മേക്കപ്പ്, എൻ്റെ പൊന്നേ ഇമാതിരി തോൽവി മേക്കപ്പ് യഷിൻ്റെ. എന്താണ് ഇത്? തുടക്കം മുതൽ അടി ഇടി വെടി അങ്ങനെ ഒരു വെടിപ്പടമാണിത്. തുടക്കം മുതൽ വെടിവെപ്പും മാട്ടിയും പരിപാടികളൊക്കെ തന്നെ. പിന്നെ എനിക്ക് തോന്നിയത് രാജീവ് രവിയാണ് ക്യാമറ. അത് അറിയാമല്ലോ, രാജീവ് രവിയുടെ ഫ്രെയിംസ് ഒക്കെ കിടിലം ഫ്രെയിംസ് ആയിരിക്കും. അത് കുറച്ചൊക്കെ പരിപാടി രസമായിട്ട് തോന്നുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ക്യാമറയും എഡിറ്റിങ്ങും മാത്രമേ ഒരു രീതിയിൽ നമുക്ക് എന്തെങ്കിലും ഒരു പോസിറ്റീവായിട്ട് തോന്നിയിട്ടുള്ളൂ. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഒട്ടും പറക്കാവാത്ത അത്. പിന്നെ അതുപോലെ തന്നെ VFX എനിക്ക് തോന്നുന്നു ഇവിടുത്തെ പിള്ളേർ ഷോർട്ട് ഫിലിം എടുക്കുന്ന പിള്ളേർ ഗംഭീരമായിട്ട് എയിലിട്ട് ചെയ്യുന്നു. ആ രീതിയിൽ അത്രയും ക്വാളിറ്റി ഇല്ലാത്ത രീതിയിൽ ഒരു 600 കോടിയുടെ പാനിൻ്റെ സിനിമയിലിട്ട കാര്യമുണ്ടോ നമ്മൾ പറയുന്നത്. നായകൻ്റെ ബാക്ക്ഗ്രൗണ്ട് പോലും അമ്മാതിരി ക്ലീഷേ എന്ന് വെച്ചാൽ ഒരു ടോക്സിക് ആയിട്ടുള്ള ഒരു മനുഷ്യന് അങ്ങനെ ഒരു ടോക്സിക് ആയ ഒരു നായകൻ എങ്ങനെ അങ്ങനെ ആയി എന്നുള്ളത് കാണിക്കുന്നത് തന്നെ പാസ്റ്റ് ഭയങ്കര ക്ലീഷേ പാസ്റ്റ്. സ്വാഭാവികമായിട്ടും ഇനിയിപ്പോൾ സ്പോയിലറൊന്നുമില്ല, അച്ഛനും മോനും തമ്മിലുള്ള റിവെഞ്ച് പരിപാടി. ഇത് അതിലേക്ക് കൊണ്ടുവരുന്ന പരിപാടികളാണെങ്കിൽ തന്നെ ക്ലീഷേ എലമെൻറ്റ്സ് ഒന്ന് ആലോചിച്ച് നോക്കണം. ഒരു വലിയ പാൻ ഇന്ത്യൻ ഇത്രയും ഭയങ്കര ഹൈപ്പൊക്കെ കൊടുത്ത് കൊണ്ടുവരുന്ന ഒരു സിനിമയ്ക്ക് ഒരു നല്ല ഒരു ത്രെഡ് പോലും ഇല്ലെങ്കിൽ പിന്നെ ഇവരെന്തിനാണ് ഇങ്ങനെ ഒരു പരിപാടി ഇങ്ങനെ പിടിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ ശരിക്കും ഈ പേര് ഇത്രയും അന്വർത്ഥമായിട്ടുള്ള ഒരു പേര് വേറെ ഇല്ലാന്ന് എനിക്ക് തോന്നുന്നു. എനിക്കൊരു സിനിമ കണ്ടതിന് ശേഷം എല്ലാം കഴിഞ്ഞ് ഇവർക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. അതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു ടോക്സിക് എന്ന് തന്നെ ഇട്ടതെന്ന് എനിക്ക് തോന്നുന്നു. അമ്മാതിരി ഒരു കറക്റ്റ് പേര്. പിന്നെ ഇതിൽ യശ് പറയുന്നൊരു ഡയലോഗ് ഡാഡി ഈസ് കമ്മിങ് ഹോം എന്നാണല്ലോ. പക്ഷേ എനിക്ക് തോന്നുന്നത് ഡാഡി ഈസ് നോട്ട് ഗോയിങ് ഹോം എന്നാക്കണം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഫൈറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ചിലതൊക്കെ കുഴപ്പമില്ലാത്ത പരിപാടിയായിരുന്നു. പക്ഷെ നമുക്കിതൊരു ഇമ്പാക്റ്റ് കിട്ടുന്നില്ല. കാരണം ഇപ്പോൾ നമ്മുടെ തരുൺമൂർത്തി ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞതുപോലെ ഒരു അടി നടക്കണം എന്നുണ്ടെങ്കിൽ ആ അടിക്ക് മുമ്പ് എന്തെങ്കിലും ഒരു ഇമോഷണൽ കണക്ഷൻ നമുക്ക് കിട്ടണ്ടേ? എന്തിനാണ് അവിടെ അടി നടക്കുന്നത്? ആ അടി നടക്കുമ്പോൾ നമുക്ക് അല്ല വെറുതെ കുറേ അടി ആക്കാനാണെന്നുണ്ടെങ്കിൽ വെറുതെ എന്തെങ്കിലും റീൽ ഇറക്കിയാൽ നമുക്ക് ആഹാ അടിപൊളി എന്ന് പറയാമല്ലോ. പക്ഷെ ഇത് സിനിമയിൽ വരുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ഒരു പഞ്ച് കിട്ടണ്ടേ? അങ്ങനെ ഒരു പരിപാടിയില്ല. പിന്നെ ടോട്ടലി ഇങ്ങനെ അപരാധ പരിപാടി ആയതുകൊണ്ട് ഇത് ചിരിയായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ചിരിയായിരുന്നു. ഈ ക്ലൈമാക്സിൽ എന്തൊക്കെയോ ഒന്ന് വർക്കാക്കാൻ നോക്കിയിട്ടുണ്ട്. പക്ഷെ അതിന് വേണ്ടി നമ്മൾ ഈ 3.25 മണിക്കൂർ ഇതിങ്ങനെ വലിച്ചു നീട്ടി ഇതിങ്ങനെ കാണേണ്ട കാര്യമില്ലല്ലോ. മൊത്തം സീരിയസ് ആയിട്ട് അവർ ചെയ്യുന്ന പല കാര്യങ്ങളിലും തിയേറ്ററിൽ മൊത്തം നല്ല ഓളത്തിൽ ചിരിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു മലങ്കൾട്ടായിട്ട് ആളുകൾ ആസ്വദിച്ചു എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ മലങ്കൾട്ടായിട്ട് പോലും ആസ്വദിക്കാൻ എനിക്ക് തോന്നിയില്ല കേട്ടോ.